ഏറ്റുമാനൂരിൽ കുട്ടികളുമായി ആത്മഹത്യ ചെയ്ത ഷൈനി എന്ന വീട്ടമ്മ അനുഭവിച്ചത് കടുത്ത മാനസിക സമ്മർദ്ദം. ഇത് തെളിയിക്കുന്ന ഓഡിയോ സംഭാഷണം പുറത്തുവന്നു. ഷൈനി സുഹൃത്തിനയച്ച ഓഡിയോ സന്ദേശമാണ് പുറത്തുവന്നത്. ജോലി ലഭിക്കാത്തതിലും ഭർത്താവുമായുള്ള കേസും മാനസികമായി തളർത്തിയെന്ന് തെളിയിക്കുന്നതാണ് ഓഡിയോ സന്ദേശം. ആത്മഹത്യയിൽ ഭർത്താവ് നോബി റിമാൻഡിൽ. മരിക്കുന്നതിന് 9 മാസം മുൻപാണ് ഭർത്താവിന്റെ പീഡനം സഹിക്കവയ്യാതെ സ്വന്തം വീട്ടിലേക്ക് ഷൈനി മക്കളെയും കൂട്ടിയെത്തിയത്. ഇതിനുശേഷം പല സ്ഥലങ്ങളിലും ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. നഴ്സായതിനാൽ വിദേശത്തേക്ക് പോകാനും ഷൈനി ആലോചിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 12 വർഷത്തോളം ജോലി ചെയ്യാതിരുന്നതിനാൽ പലയിടങ്ങളിലും അവസരം നിഷേധിക്കപ്പെട്ടു. ഇക്കാര്യങ്ങളാണ് സുഹൃത്തിനയച്ച ഓഡിയോ സന്ദേശത്തിൽ ആദ്യമുള്ളത്. നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതും അറിയാവോ? നീ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവൂടി. നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ, ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസിൽ ഭർത്താവ് സഹകരിക്കുന്നില്ലെന്നും പലതവണ നോട്ടീസ് നൽകിയിട്ടും ഇത് സ്വീകരിച്ചില്ലെന്നും ഓഡിയോ സന്ദേശത്തിലുണ്ട്. ഫെബ്രുവരിയില്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു. അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ ഇത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. മക്കളെ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോകണമെന്ന് പോലും ഷൈനി ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ ഇന്നലെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി ഭർത്താവ് നോബിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾക്കെതിരെ വാട്സപ്പ് ചാറ്റ് അടക്കമുള്ള ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. 24 കോട്ടയം.